ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസും ബി.ജെ.പിയും ഒരുക്കങ്ങൾ തുടങ്ങി. സിറ്റിംഗ് എം പി വി.കെ. ശ്രീകണ്ഠൻ തന്നെയാണ് യു.ഡി.എഫിൻ്റെ പോരാളി. ശ്രീകണ്ഠനെ വിജയിപ്പിക്കണമെന്ന ചുവരെഴുത്തുകൾ ഒലവക്കോട് റെയിൽവേ കോളനി മേഖലകളിൽ പ്രത്യക്ഷപ്പെട്ടു. ഇതേ തുടർന്ന് ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പേ സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞ് പ്രചാരണം നടത്തരുതെന്ന് DCC പ്രസിഡന്റ് നിർദ്ദേശം നൽകിയെങ്കിലും അണിയറയിൽ പിന്തുണയ്ക്കുകയാണ്. KPCC സംഘടിപ്പിക്കുന്ന സമരാഗ്നി ജാഥയുടെ ഭാഗമായി മണ്ണാർക്കാട് നടന്ന കോൺഗ്രസ് മണ്ഡലം കൺവെൻഷനിൽ വി.കെ. ശ്രീകണ്ഠനെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പാർട്ടി MLA തന്നെ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി. വർഗീയതയുടെ പേരിൽ രാജ്യം ആക്രമിക്കപ്പെടുമ്പോൾ ഇന്ത്യ തിരിച്ചു വരണമെങ്കിൽ കോൺഗ്രസ് ജയിക്കണമെന്നും കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ വി.കെ. ശ്രീകണ്ഠനെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങണമെന്നുമായിരുന്നു ആഹ്വാനം. 2014 1 ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പാലക്കാട് നിന്നും വിജയിച്ച MP രാജേഷിനെ 11,637 വോട്ടുകൾക്ക് മലർത്തിയടിച്ചാണ് 2019 വി.കെ. ശ്രീകണ്ഠൻ വിജയിച്ചത്. 2009 വെറും 1,820 വോട്ടിന് ജയിച്ച രാജേഷിന് രണ്ടാം തവണ ലഭിച്ച ഭൂരിപക്ഷം നൽകിയ ആത്മവിശ്വാസത്തിൻ്റെ കടക്കലാണ് ശ്രീകണ്ഠൻ കത്തിവെച്ചത്. രാജേഷിന് ഹാട്രിക് പ്രതീക്ഷിച്ച് വിജയഗാനം വരെ തയ്യാറാക്കിയിരുന്ന ഇടതുപാളയത്തിന് അതുണ്ടാക്കിയ ആഘാതം ചെറുതല്ല. ഇത് മറികടക്കാൻ പുറമേ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കാനുള്ള സാധ്യതയാണ് ഇടതുപക്ഷത്തു നിന്നും കേൾക്കുന്നത്. കഴിഞ്ഞ തവണ 2 ലക്ഷത്തിലേറെ വോട്ടുകൾ നേടി ശക്തമായ സാന്നിധ്യം അറിയിച്ച BJP സംസ്ഥാന സെക്രട്ടറി C. കൃഷ്ണകുമാർ തന്നെയാവും ഇത്തവണയും മത്സരിക്കുക. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ കൃഷ്ണകുമാർ പദയാത്ര നടത്തുകയാണ്. 14 സംഘടനാ മണ്ഡലങ്ങളായി തിരിച്ചാണ് പദയാത്ര. എല്ലായിടത്തും സംസ്ഥാന നേതാക്കളെ അണിനിരത്താനും പാർട്ടി ശ്രദ്ധിക്കുന്നു. NDAയുടെ ലോക്സഭാ മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസും തുറന്നു. പാലക്കാട് നഗരസഭയിൽ തുടർച്ചയായി ഭരണം പിടിക്കാൻ കഴിഞ്ഞതും പാലക്കാട് മലമ്പുഴ നിയമസഭാ മണ്ഡലങ്ങളിൽ പാർട്ടി 2ാം സ്ഥാനത്തേക്ക് ഉയർന്നതും തദ്ദേശ സ്ഥാപനങ്ങളിൽ പലയിടത്തും മുഖ്യ പ്രതിപക്ഷമായി വളർന്നതുമൊക്കെ BJPക്ക് ആത്മവിശ്വാസം പകരുന്നുണ്ട്. ഏതായാലും പോരാട്ടം കനക്കും.